ഹായ് കൂട്ടുകാരി, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാനൊരു 10-11 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനും അമ്മയും കൂടി ഈ കുപ്പി പാട്ട കൊടുക്കണ ഒരു ഇതിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഷോപ്പിലാണ് ഉള്ളത്, വാണിയമ്പലം ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ അതിന് ശരിയായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ തൊഴിലുറപ്പാണെങ്കിലും കുടുംബശ്രീ ആണെങ്കിലും കുപ്പിപ്പാട്ട പ്രശ്നമാണെങ്കിലും നമ്മൾ നമ്മുടെ ഒരു വീട്ടിലത്തെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് കളിയാത്ത രൂപത്തിലല്ല ഞാൻ വീഡിയോയിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ ആരും അത് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ചായ കുടിക്കുകയാണ്. സമയം 3:30 ആയിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. ചേച്ചിയേ ചേച്ചിയേ ഇവിടെ ആരുമില്ലേ? വല്ല കുപ്പി പാട്ട പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടാ? കുപ്പി പാട്ട ഇരുമ്പ് പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടോ? ഇവിടെ നിന്ന് ആരും കാണാനില്ലല്ലോ. നായ ഉണ്ടോന്നാവോ? ആരാ? ആ ചേച്ചി, കുപ്പി പാട്ട പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടാ? കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഒക്കെ ആൾക്കാർ വന്നിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ചേച്ചി കടന്നു എവിടെയെങ്കിലും ഉണ്ടോന്ന് തെരഞ്ഞു നോക്കി നോക്ക്. ചേച്ചി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ചേച്ചി, അതുകൊണ്ടാണ് പറയണത്. എവിടെയൊക്കെ ഉണ്ടോ നോക്കേ. ആ ഇത് എടുത്തോ, നോക്കി നോക്ക്. ആ നോക്കി നോക്കട്ടെ. ചക്കി വാങ്ങുന്നില്ലേ പ്രാവശ്യം? ആകെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? ആ ഉണ്ടായിരുന്നു, ആകെ കഴിഞ്ഞു. അയ്യോ അയ്യോ അയ്യോ, അത് എൻ്റെ ചെരുപ്പാ, ഞാൻ ഇടുന്ന ചെരുപ്പാണേ. അതും എടുത്തു പെറുക്കി കൊണ്ടോണ്ട. ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ചെരുപ്പിടാതെ എപ്പോഴും നടക്കാറ്, എപ്പോഴും അത് എടുക്കട്ടെ? ആ തൽക്കാലം അത് പെറുക്കുന്നവരെട്ടോ. ഇതൊന്നും ഈ പെറുക്കാൻ വരുന്ന വീട്ടിൽ നിന്നൊന്നും തരില്ല. ആക്കെ ഇട്ടിട്ട് വരണ്ടേ ചേച്ചി? ഇല്ലഞ്ഞിട്ടാ ചേച്ചി. അപ്പം ഈ പെറുക്കി കൂട്ടുന്നതൊക്കെ പിന്നെ കാശിനല്ലേ. അപ്പം ഒന്ന് ഒരു ചെരുപ്പ് വാങ്ങിക്കൂടെ? വീടും കൂടി ഇല്ലാതെയാണ് ഞാൻ ഇപ്പം നടക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങണത്. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമോ? അവിടെയൊക്കെ തെരഞ്ഞു നോക്ക്, ഉണ്ടോന്നറിയാം. ആ ആ ഇതൊക്കെ വേണ്ടതാ? അത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളും. നിങ്ങൾ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? കിട്ടിയോ? ആ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അധികം പൈസക്കൊന്നും ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിലിപ്പൊ ആരും ഇല്ല ചേച്ചി. ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഞങ്ങൾക്കൊരു ചെറിയൊരു അപകടമൊക്കെ പറ്റിയപ്പോ അവര് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഇതിന്ന് ഇങ്ങനെ പിടിപെട്ട് പോയി. അപ്പൊ അവരെ നോക്കിയിരിക്കാണ്. ഭർത്താവിനെയും കുട്ടികളെയും ഞാന് കണ്ടു. ചെലവ് കഴിയാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലേ? അതെ, ഇതിന്റെ ഇടയിൽ എന്റെ ഭർത്താവിനും കുട്ടികളെയും എനിക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്തേലും കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടൊന്നുമില്ല. വേണ്ട, ഭക്ഷണം വേണ്ട ചേച്ചി. എന്തായാലും ചേച്ചി ചോദിച്ചല്ലോ, അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. അല്ല, ഭർത്താവും കുട്ടികളൊക്കെ ഓരോ വഴിക്ക് പോയി എന്ന് പറയുന്ന കേൾക്കുമ്പോ അതൊന്നും കുഴപ്പമില്ല, ഭക്ഷണത്തിനും കുഴപ്പമില്ല. എനിക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു 2-3 സാരി ഉണ്ടെങ്കിൽ തരുമോ ചേച്ചി? നോക്കട്ടെ ഉണ്ടോ ഇല്ലെന്നുള്ളത്. ഉണ്ടാവില്ല. മോളാണുള്ളത്. ആ മോളുടെ സാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഇത് കുറച്ച് ദിവസമായി ഞാനിത് ഉടുത്തിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. എന്നാ വരും, നോക്കട്ടെ.
അയ്യോ അയ്യോ അതൊന്നും എടുക്കണ്ട. ചേച്ചി ഇത് അയ്യോ വേണ്ട വേണ്ട, അത് ഇത് വണ്ടിയുടെ അല്ല, വണ്ടിയുടെ അല്ല ചേച്ചി, എനിക്കൊരു കണ്ണാടി ഇപ്പോഴും ആവശ്യം. പക്ഷെ മണ്ണ അതിലൊക്കെ എടുക്കട്ടെ? ആ എന്നാ കൊടുത്തോ. അയ്യോ അങ്ങനെ പറയുമ്പോ ഇപ്പൊ ഇങ്ങനെ വേണ്ടാന്ന് പറയാ. ഇത് എടുക്കണ്ട് കേട്ടോ ചേച്ചി. സാരി ഇത് പറ്റുമോ നോക്കി നോക്ക്. ഇതാ 2-3 സാരി ഉണ്ട്, ഇത് പറ്റുമോന്നൊന്ന് നോക്കി നോക്കട്ടോ. ആ അതൊക്കെ മതി, നല്ല സാരിയാണല്ലോ, ഒന്ന് വർക്കുള്ളതൊക്കെ ആണല്ലോ. മകളെ ഉടുത്തും കൊണ്ട് പോയിരുന്നതാണ്. അതെ. ആ ആ അത് നോക്കി നോക്ക്. നല്ല സാരി, നല്ല അമ്മയാണല്ലോ. നല്ല സ്നേഹമുള്ള അമ്മ. ഇവിടെ മക്കളാരേലും, മകനും ഭാര്യയും മകളെ ആരാ? ആ മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഓരോ വഴിക്ക് പോയിരിക്കുക. അതെ, അതൊന്നും ചീത്ത പറയുന്നില്ലല്ലോ? ഇല്ലില്ല. ആ എന്നാ ശരി. പാവങ്ങൾക്ക് കൊടുക്കണേന് ആരും ഒന്നും ചീത്ത പറയൊന്നുമില്ല. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി. ഇവിടെ ഫോണ് കേട്ടിട്ടോ. അപ്പോൾ ഇനിയിപ്പോ എവിടേക്കാ പോണേ? ഇനിയിപ്പോ ഇങ്ങനെ പോണം, ഇതേപോലെ എന്തേലൊക്കെ കിട്ടിയാലേ. അടുത്തൊക്കെ പോയോ? അവിടെ അടുത്ത വീട്ടിലൊക്കെ പോയോ? ആ ചിലവരൊന്നും കയറ്റുന്നില്ല, വീട്ടിലേക്ക് കയറ്റുന്നില്ല. പിന്നെ നമ്മൾ അറിയാത്ത വീട്ടിലേക്ക് ഇപ്പൊ അങ്ങനെ കയറി ചെല്ലാനും പറ്റില്ലല്ലോ. അല്ല ഇനിയിപ്പോ ഈ ഭർത്താവും കുട്ടികളെയും കണ്ടുമുട്ടലോ എന്നുള്ളതിലാണ് ഞാൻ പോണത്. അവരെ കണ്ടുപിടിക്കണ വരെ ഞാൻ. അല്ല ഈ എടുത്തതിനുള്ള കാശൊന്നും ഇല്ലേ? അയ്യോ സോറിയാ, സത്യം പറയാലോ. ആ ഇല്ലെങ്ക വേണ്ട, ഇല്ലെങ്ക വേണ്ട. ഇനിയിപ്പോ നിങ്ങൾ എങ്ങോട്ടൊക്കെയാ പോണേ? അത് ചെരുപ്പ് വേണ്ടേ? വേണ്ട, നിങ്ങളെടുത്തോളൂ, നിങ്ങളെടുത്തോളൂ. ഈ ചെരുപ്പ് പൊട്ടിയതാ. എന്നാ അത് അതിലിട്ടോളൂ. ചെരുപ്പ് ഇട്ടില്ലും കുഴപ്പമില്ല, ചെരുപ്പ് ഇട്ടിട്ട് അങ്ങനെ ശീലമില്ല, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എവിടേക്കാ പോണേ? ഇനി എന്തെങ്കിലും ഇങ്ങനെ പോട്ടെ. അല്ലപ്പോ ആരും ഇല്ലാത്തതല്ലേ, ഇവിടെ കൂടുകയാണെങ്കിൽ ഇവിടെ കൂടിക്കോളൂ. ഞാൻ പോട്ടെ അമ്മച്ചി. പോവാ. ഇനിയിപ്പോ അവിടെ സ്ഥലവും വീടും ഇതൊന്നും ഇല്ലച്ചെങ്കപ്പോ തൽക്കാലം കുട്ടിയും ഭർത്താവിനൊക്കെ കണ്ടെത്തുന്നവരെ ഇവിടെ കൂടിക്കോളൂ. എനിക്കാണെങ്കിൽ അധികം പണിയെടുക്കാനും ഒന്നും വയ്യ, ഒന്ന് സഹായിച്ചാൽ മതി. അയ്യോ ഇത്ര സ്നേഹമുള്ള അമ്മച്ചിയുടെ വീട്ടുകാർ ചീത്ത അറിയില്ലേ? ഇല്ല ചീത്ത അറിയില്ല. മോള് ചീത്ത അറിയില്ലേ? ഇല്ല, അവൾക്കൊക്കെ ഇഷ്ടാ. ഇവരെ ഒരിക്കലും മറക്കില്ല എൻ്റെ അമ്മച്ചി. 2 ദിവസം ഭർത്താവും കുട്ടികളെയൊക്കെ കാണുന്ന വരെ ഒന്ന് എനിക്കിവിടെ നിൽക്കാനുള്ള ഒരു തന്നാ മതി. ഇനിയിപ്പോ വീട്ടുകാരെന്തേലും പറയാന്നുണ്ടെങ്കിൽ അപ്പൊ പോയാ മതി. ആയിക്കോട്ടെ എന്ന് പറയാട്ടോ. 2 ദിവസം നോക്കിയിട്ടേ പോവാ. അതാ സാധനങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചോളൂ കേട്ടോ. ആ തുണികളൊക്കെ മഴ കൊള്ളാതെ ഒരു ഭാഗത്ത് വെച്ചോളൂ. ഈ അമ്മച്ചി എന്തായാലും എന്നെ ഇവിടെ കയറ്റിയില്ലോ, അതന്നെ ഒരു ഭാഗ്യമാണ്. എന്തായാലും എൻ്റെ ഭർത്താവിനും കുട്ടികളും ഞാൻ കണ്ടുപിടിക്കണ വരെ ഞാൻ ഇവിടെ നിൽക്കും. ഭർത്താവും കുട്ടികളും നഷ്ടപ്പെട്ടതിൻ്റെ വേദന അത് അനുഭവിച്ചവർക്കാണ് അറിയുള്ളൂ. എന്തായാലും ദൈവം എൻ്റെ കൂടെ നിൽക്കാതിരിക്കില്ല, ആ വേദന എന്തായാലും ദൈവം കേൾക്കാതിരിക്കില്ല. നിർത്തണതൊക്കെ ശരി, പക്ഷെ വില പിടിച്ച സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകരുത് അവസാനം. ഇല്ല കേട്ടോ അമ്മേ.
അമ്മ ആ എന്റെ സാരി കണ്ടോ? ഒരു രണ്ടും സാരി, നല്ലൊരു സാരി കാണാനില്ലല്ലോ. ആ അത് ഈ സാധാരണ എടുത്തുകൊണ്ട് പോണതായിരുന്നോ? ഞാൻ ഇവിടെ ഒരു കുപ്പിപ്പാട്ടക്കാരത്തി വന്നപ്പോ അവള് പയ്യഭാവം പറഞ്ഞിട്ട് ഇവിടെ വന്നു. അത് എടുത്തുവിട്ടോന്നേ. അമ്മ കാട്ടിയത് എന്തപ്പ ചെയ്യാ, അങ്ങനെ പാവം. സാരി കൊടുത്ത് എത്ര സാരി കൊടുത്ത്? 3 സാരി. 3 സാരി കൊടുക്കണ്ട. അതിലത്തെ ഒരു സാരി ഇല്ലേ ഈ കടയിലത്തെ ചേച്ചി ഫുള്ള് ഒരു 2 മാസം വർക്ക് ചെയ്തിട്ടുള്ള സാരി ആയിരുന്നു അത്. അത് എന്തിനാണ് കൊടുത്തത്? എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ എത്ര സാരി കൊടുത്താൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. 2 മാസം ആ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ള സാരി ആയിരുന്നു. കാശ് കൊടുത്താൽ പോലും കിട്ടില്ല. എന്തിനാ അമ്മ കൊടുത്തു നിങ്ങള്? അത് പാവം പറഞ്ഞപ്പോ ഞാനതൊന്നും എടുത്തു കൊടുത്തു. അതൊന്നും നോക്കിയില്ല. കൊടുക്കണോണ്ടല്ല ആ സാരി പോയനക്കിതേ. എന്റെ ഏതാ എന്താന്നൊക്കെ അറിയണ്ടേ? എനിക്ക് അറിഞ്ഞില്ല. ഞാനൊന്നും എടുത്തു കൊടുത്തു. അതിന് സാരല്ല. ഇനി സാരില്ല കണ്ട് കാലിക്ക് സാരി എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാരി ഇടുന്നത്.